മലയാള സിനിമയുടെ മാതൃത്വത്തിന്റെ ആൾരൂപം കവിയൂർ പൊന്നമ്മയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഇപ്പോൾ വിശദാംശങ്ങളുമായി നിതിൻ പ്രഭാകർ ചേരുന്നു. നിതിൻ, സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഏതൊക്കെ പ്രമുഖരാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത്? അനുപ്രിയ, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അവസാന കവിയൂർ പൊന്നമ്മയുടെ ഭൗതികദേഹം സംസ്കരിക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളാണ് ഇവിടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് മൃതദേഹം എത്തിച്ചപ്പോൾ അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിരുന്നു. സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാൻ നടൻ മമ്മൂട്ടിയും മോഹൻലാൽ അടക്കമുള്ള മുൻനിര താരങ്ങൾ എല്ലാവരും അർപ്പിക്കാൻ കളമശ്ശേരി ടൗൺ ഹാളിൽ എത്തിയിരുന്നു. വസതിയിലേക്കും താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ എത്തി. ഇപ്പോൾ പ്രദേശവാസികൾ ഉൾപ്പെടെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ, ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ അന്തിമോപചാരം അർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ മതപരമായ ഹൈന്ദവ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ വസതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഭൗതികദേഹം ചിതയിലേക്ക് എത്തിക്കും. തുടർന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നികത്താൻ കഴിയാത്ത വിടവ് സൃഷ്ടിച്ചുകൊണ്ടാണ് കവിയൂർ പൊന്നമ്മ വിടവാങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, ഒട്ടനവധി വേഷങ്ങൾ മലയാള പ്രേക്ഷകർക്ക് സമ്മാനിച്ച് മലയാള പ്രേക്ഷകരുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന ഒട്ടനവധി വേഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് കവിയൂർ പൊന്നമ്മ ഈ ലോകത്തോട് തൻ്റെതായ അടയാളപ്പെടുത്തലുകൾ മലയാള സിനിമയിൽ നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ തൻ്റെതായ ഇടം മലയാള സിനിമയിൽ സൃഷ്ടിച്ച് കൊണ്ടാണ് കവിയൂർ പൊന്നമ്മ ഇപ്പോൾ അഭിനയയ്ക്ക് പിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ച കളമശ്ശേരി ടൗൺ ഹാളിലും അതോടൊപ്പം തന്നെ സ്വവസതിയിലും ആയിരക്കണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ തങ്ങളുടെ പ്രിയ അഭിനേത്രിയെ ഒരു നോക്ക് കാണാനായി ഇവിടേക്ക് എത്തിച്ചേർന്നത്. മലയാള സിനിമയിലെ സഹപ്രവർത്തകർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, മന്ത്രിമാരായ പി.എ. മുഹമ്മദ് റിയാസ്, പി. രാജീവ്, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അടക്കമുള്ളവർ, ഹൈബി ഈഡൻ MP, MLA മാർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. മലയാള സിനിമാ മേഖലയിലെ പ്രമുഖ താരങ്ങളെല്ലാം തന്നെ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ നിരവധി ആളുകൾ കളമശ്ശേരി ടൗൺ ഹാളിലും അതോടൊപ്പം തന്നെ ആലുവ കരുമാലൂരിലെ കവിയൂർ പൊന്നമ്മയുടെ വസതിയിലും അവസാനമായി ഒരു നോക്ക് കാണാൻ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു. വലിയ വികാരനിർഭരമായ യാത്രയയപ്പാണ് കവിയൂർ പൊന്നമ്മയ്ക്ക് സിനിമാ ലോകം നൽകിക്കൊണ്ടിരിക്കുന്നത്. പലരുടെയും നടിമാർ ഉൾപ്പെടെയുള്ളവർ പലരും കരഞ്ഞു കലങ്ങിയ കണ്ണുമായാണ് തങ്ങളുടെ പ്രിയ സഹപ്രവർത്തകയെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഇവിടേക്ക് എത്തിയത്. വലിയ വികാര വായ്പോടുകൂടി തന്നെ, ഹൃദയം പൊട്ടുന്ന വേദനയോടുകൂടി തന്നെ മലയാള സിനിമയിലെ അവരുടെ അമ്മയായി മലയാള സിനിമാ നിൽക്കുന്ന അമ്മ. നിതിൻ, കരുമാലൂരിൽ പെരിയാറിന്റെ തീരത്തെ ശ്രീപീഠം വീട്ടുവളപ്പിലാണ് ഇപ്പോൾ സംസ്കാരം നടക്കാൻ പോകുന്നത്. ഒരുപക്ഷെ 3.5 പതിറ്റാണ്ട് കാലത്തെ ചെന്നൈ ജീവിതത്തിന് ശേഷം ശാന്തമായി ജീവിക്കാൻ വേണ്ടിയായിരുന്നു കവിയൂർ പൊന്നമ്മ കരുമാലൂരിലെ പെരിയാറിന്റെ തീരത്ത് വീട് നിർമ്മിച്ചത് തന്നെ. ഒരുപക്ഷെ കവിയൂർ പൊന്നമ്മയുടെ ആഗ്രഹം പോലുള്ള ഒരു യാത്രയയപ്പ് തന്നെയാണല്ലോ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പെരിയാറിന്റെ തീരത്തെ വീട്ടുവളപ്പിൽ സംസ്കരിക്കണം എന്നുള്ളതായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ ആഗ്രഹം. തീർച്ചയായും അവരുടെ ആഗ്രഹപ്രകാരം തന്നെ പെരിയാറിൻ്റെ തീരത്ത് കരുമാലൂരിലെ വസതിക്കകത്ത് തൊട്ടടുത്ത് വീടിൻ്റെ തൊട്ടുപിറകിൽ തന്നെയായിട്ടാണ് അവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് ചിത ഒരുക്കുന്നത്. മന്ത്രി പി. രാജീവ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ സംസ്കാര ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ബഹുമതികളോടുകൂടെ അല്പസമയത്തിനകം തന്നെ കവിയൂർ പൊന്നമ്മ ഒരു മലയാളികളുടെ മനസ്സിൻ്റെ കത്തളങ്ങളിൽ എന്നും ഒരു ഓർമ്മയായി മാറാൻ പോവുകയാണ്. നമുക്കറിയാം, കവിയൂർ പൊന്നമ്മ 14-ാം വയസ്സിൽ സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ച് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഒട്ടനവധി അമ്മ കഥാപാത്രങ്ങളെ മലയാള സിനിമയിൽ അനശ്വരമാക്കിയ കവിയൂർ പൊന്നമ്മ ഒരുപക്ഷെ അമ്മ കഥാപാത്രങ്ങളിലൂടെ തന്നെയായിരിക്കും കവിയൂർ പൊന്നമ്മ ഇനിയുള്ള നാളുകളിലും മലയാളികൾക്ക് ഇടയിൽ അറിയപ്പെടുക എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റു പല വേഷങ്ങൾ കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കവിയൂർ പൊന്നമ്മ എന്നും ഓർമ്മിക്കപ്പെടുക ഈ അമ്മ വേഷങ്ങളിലൂടെ തന്നെയാണ്. മുഖ്യധാര നായകന്മാരുടെ എല്ലാം തന്നെ സിനിമാ രംഗത്ത് സത്യൻ, മധു, പ്രേംനസീർ, മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ് അടക്കമുള്ള മുഖ്യധാര നായകന്മാരുടെ അമ്മ വേഷം അനുഗ്രഹീതമാക്കി അഭ്രപാളിയിൽ വെള്ളിത്തിരയിൽ വിസ്മയം തീർത്ത വ്യക്തിത്വത്തിന് ഉടമയായ കവിയൂർ പൊന്നമ്മ അല്പസമയത്തിനകം തന്നെ ഒരു ഓർമ്മയായി മാറാൻ പോവുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ
മായ യാത്രയപ്പാണ് കവിയൂർ പൊന്നമ്മയ്ക്ക് സിനിമാ ലോകവും അവരെ സ്നേഹിക്കുന്ന ആളുകളും നാട്ടുകാരും ചേർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹൈന്ദവ ആചാരപ്രകാരമുള്ള മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി അവരുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഈ പെരിയാറിന്റെ തീരത്തുള്ള ആലുവ കരുമാരൂരിലെ വസതിയിൽ വീട്ടുവളപ്പിൽ അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അനുപ്രിയ. മരണത്തെക്കുറിച്ച് കവിയൂർ പൊന്നമ്മ തന്റെ അഭിമുഖങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എത്രയോ തവണ താൻ സ്ക്രീനിൽ മരിച്ചു, എന്നാൽ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയിലെ മരണരംഗം അത് തന്നെ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ട് എന്നും കവിയൂർ പൊന്നമ്മ എപ്പോഴും തന്റെ അഭിമുഖങ്ങൾ ആ സിനിമയിലെ മരണരംഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് തന്റെ മരണത്തിന്റെ റിഹേഴ്സലാണോ എന്ന് ആ രംഗം അഭിനയിച്ചപ്പോൾ തോന്നിപ്പോയെന്നും കവിയൂർ പൊന്നമ്മ അഭിമുഖങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത് മരണത്തിന്റെ റിഹേഴ്സലാണോ എന്ന് സംവിധായകൻ പത്മരാജനോടും കവിയൂർ പൊന്നമ്മ അന്ന് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും കവിയൂർ പൊന്നമ്മയെ സംബന്ധിച്ചിടത്തോളം മരിച്ചാലും മലയാളികളുടെ ഹൃദയത്തിൻ്റെ അകത്ത് അവർ ജീവിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. വെള്ളിത്തിരയിൽ അത്രയേറെ വേഷങ്ങൾ തന്മയത്വത്തോടുകൂടി കൈകാര്യം ചെയ്ത് അമ്മ വേഷങ്ങളുടെ മലയാളി മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അവർ. നിരവധി അഭിമുഖങ്ങൾ അവരുടെ പല കുടുംബപരമായ പല പ്രശ്നങ്ങൾ ഒക്കെ എല്ലാം അവർ പങ്കുവെക്കുമ്പോഴും ആ മലയാളിക്ക് അവരുടെ ഒരു വാത്സല്യമുണ്ടായിരുന്നു, അമ്മയോട് തോന്നുന്ന ഒരു വാത്സല്യമുണ്ടായിരുന്നു. സിനിമാ പ്രേക്ഷകർക്ക് അവർ ഒരു അഭിനേത്രി മാത്രമായിരുന്നില്ല, സിനിമാ പ്രേക്ഷകർക്ക് അവർ തങ്ങളുടെ അമ്മയായിരുന്നു. ആ മാതൃവാത്സല്യം, മലയാള സിനിമയുടെ മാതൃവാത്സല്യമാണ് ഇന്നലെ വിട പറഞ്ഞത്. ഇന്നലെ വൈകിട്ട് തന്നെ ആ സ്വകാര്യ ആശുപത്രിയിൽ അവരുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാൻ വന്നിരുന്നു. സമാനമായ രൂപത്തിൽ തന്നെയാണ് ഇന്ന് എറണാകുളം ടൗൺ ഹാളിലും നിരവധി ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, സിനിമാ പ്രേമികൾ കവിയൂർ പൊന്നമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ആലുവയിലെ വസതിയിലും ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. മലയാളി പ്രേക്ഷകർ അല്ലെങ്കിൽ മലയാളി സിനിമാ പ്രേമികൾ, സാധാരണക്കാരായ സിനിമാ ആസ്വാദകർ എത്രത്തോളം കവിയൂർ പൊന്നമ്മയെ ഹൃദയത്തിലേറ്റിയിട്ടുണ്ട് എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ ഭൗതികദേഹം പൊതുദർശനത്തിൽ വെച്ച ഇടങ്ങളിലേക്ക് ഒഴുകിയെത്തിയ നൂറുകണക്കിന് ആളുകളുടെ ആ തിക്കും തിരക്കും സൂചിപ്പിക്കുന്നത്. നടന്മാർക്ക് പുറമെ സാധാരണക്കാരായ ആളുകൾ ടൗൺ ഹാളിലും ആലുവയിലെ വസതിയിലുമെല്ലാം ഒരു നോക്ക് കാണാനായി കവിയൂർ പൊന്നമ്മയെ ഒരു നോക്ക് കാണാനായി ഒഴുകിയെത്തിയപ്പോൾ ആ കവിയൂർ പൊന്നമ്മ ബാക്കി വെച്ച അല്ലെങ്കിൽ അഭ്രപാളിയിൽ അഭിനയിച്ചു തീർത്ത ആ ഓർമ്മകൾ തന്നെ എന്നും മലയാളികളുടെ മനസ്സിൻ്റെ അകത്ത് ഇടം പിടിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കവിയൂർ പൊന്നമ്മ കാലയവനിലേക്ക് പിന്നിലേക്ക് മറഞ്ഞാലും അവർ അഭിനയിച്ചു തീർത്ത വേഷങ്ങളിലൂടെ എന്നും മലയാളി മനസ്സുകളിൽ അവർ ജീവിക്കും. ആ അടയാളപ്പെടുത്തലുകൾ മാത്രം മതി മലയാളിക്ക് എന്നും കവിയൂർ പൊന്നമ്മയെ ഓർക്കാൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അനുപ്രിയ. നിതിൻ, അമ്മ വേഷങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇന്നും കവിയൂർ പൊന്നമ്മ എന്ന അമ്മ ഒരു പൊന്നു പോലത്തെ ഒരു അമ്മയായിരുന്നു കവിയൂർ പൊന്നമ്മ എന്ന അമ്മ. പ്രത്യേകിച്ചും മോഹൻലാലിനോടൊപ്പം മമ്മൂട്ടിയോടൊപ്പമുള്ള അമ്മ വേഷങ്ങൾ ചെയ്യുമ്പോൾ ഇവരുടെ, പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ യഥാർത്ഥ അമ്മയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു കെമിസ്ട്രി ആയിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത്. തനിയാവർത്തനം എന്ന സിനിമയിലെ ആ ക്ലൈമാക്സ് രംഗം ഇന്നും നമ്മളുടെ എല്ലാം ഹൃദയത്തിൽ മായാതെ കിടക്കുന്ന ആ വൈകാരികമായ ക്ലൈമാക്സ് രംഗം, സ്വന്തം മകന് വിഷം ചേർത്ത ചോറുള്ള വാരി കൊടുക്കുമ്പോഴുള്ള വൈകാരികമായ വിക്ഷോഭം, ഒരുപക്ഷെ മലയാളം സിനിമയിൽ ഇതുപോലെ ഇത്രയും കൈയടക്കത്തോടെ അമ്മ വേഷങ്ങൾ ചെയ്ത മറ്റ് നടിമാർ വളരെ വിരളമാണല്ലേ? തീർച്ചയായും അമ്മ വേഷങ്ങൾ ഇത്രത്തോളം അനശ്വരമാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. നിരവധി ആളുകൾ ിൽ നിരവധി കഥാപാത്രങ്ങളെ, കഥാപാത്രങ്ങളെ നിരവധി നടിമാർ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ വേഷം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം കവിയൂർ പൊന്നമ്മയെപ്പോലെ ആ അമ്മ വേഷം ഇത്രത്തോളം അനശ്വരമാക്കിയ മറ്റൊരു വ്യക്തി മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇനി ഉണ്ടാവുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിരിക്കുന്നു. വലിയ ഒരു ശൂന്യത മലയാള സിനിമയ്ക്കകത്ത് സൃഷ്ടിച്ചുകൊണ്ടാണ് കവിയൂർ പൊന്നമ്മ കാലയവനികയ്ക്ക് പിന്നിലേക്ക് മറിയുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്രത്തോളം വലിയ ഒരു ശൂന്യത തന്നെയാണ് കവിയൂർ പൊന്നമ്മയുടെ വിയോഗം മലയാള സിനിമയ്ക്ക് തീർക്കാൻ പോകുന്നത് എന്നതിലും ഒരു തർക്കവുമില്ല. കാരണം അമ്മ വേഷങ്ങളിലൂടെ തന്നെയാണ് മലയാളികളുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ ഈ കവിയൂർ പൊന്നമ്മ ഒരു പ്രതിഷ്ഠ നേടിയത്. അമ്മ വേഷങ്ങളിലൂടെ തന്നെയാണ് എന്നും അവർ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയത്. ആ വേഷങ്ങൾ എന്നും അനശ്വരമാക്കിയത് മോഹൻലാലിനോടൊപ്പമുള്ള അമ്മവേഷങ്ങൾ എക്കാലത്തും മലയാളിക്ക് ഓർക്കാൻ കഴിയുന്ന, മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ തന്നെയാണ്. ആ മോഹൻലാലിനോടൊപ്പമുള്ള പല വേഷങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത്രത്തോളം മലയാളികളുടെ മനസ്സിൻ്റെ അകത്ത് മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിച്ചും മുന്നോട്ട് പോയ വ്യക്തിത്വമാണ് കാലയവനികയ്ക്ക് പിന്നിലേക്ക് മറിഞ്ഞത്. അല്പസമയത്തിനകം അവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. സംസ്കാര ചടങ്ങുകൾ അവസാനവട്ട ഒരുക്കങ്ങൾ, ഹൈന്ദവ മതാചാര പ്രകാരമുള്ള പ്രാർത്ഥനകൾ പൂർത്തിയാക്കി ഈ അദ്ദേഹം ഇപ്പോൾ ചിതയിലേക്ക് എടുത്തിരിക്കുകയാണ്.
അല്പസമയത്തിനകം സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ബഹുമതികളോടുകൂടി പോലീസിൻ്റെ ആചാരവെടി ഉൾപ്പെടെയുള്ള പൂർണ്ണ ബഹുമതികളോടുകൂടി ഈ കവിയൂർ പൊന്നമ്മയുടെ ഒക്കെ ഒരു ഓർമ്മയായി മാറും. ഈ ആലുവ പെരിയാറിൻ്റെ തീരത്ത് ആലുവ കരുമാലൂരിലെ വീട്ടുവളപ്പിൽ കവിയൂർ പൊന്നമ്മയുടെ ആഗ്രഹം പോലെ അവർ ഓർമ്മയായി മാറാൻ പോവുകയാണ് അനുപ്രിയ. നിതിൻ, തോപ്പിൽ ഭാസിയായിരുന്നു കവിയൂർ പൊന്നമ്മയെ സിനിമയിലേക്ക് കൈപിടിച്ചു ഉയർത്തിയത്. തന്റെ സിനിമാ ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ ഒരുപക്ഷെ വ്യത്യസ്തമായ പല കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വില്ലത്തിയായും ഹാസ്യവും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് മലയാള സിനിമയിൽ ഒരുപക്ഷെ ലാളിത്യമുള്ള സ്നേഹസമ്പന്നയായ നന്മ നിറഞ്ഞ അമ്മ മുഖങ്ങൾ മാത്രമായിരുന്നു, അമ്മ കഥാപാത്രങ്ങൾ മാത്രമായിരുന്നു കവിയൂർ പൊന്നമ്മ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഒരു നേരിയ പരിഭവം എനിക്ക് തോന്നുന്നു കവിയൂർ പൊന്നമ്മയ്ക്ക് ചെറുതായെങ്കിലും ഉണ്ടായിരുന്നു. അത് പല അഭിമുഖങ്ങളിലും കവിയൂർ പൊന്നമ്മ അത് പ്രകടിപ്പിച്ചിട്ടുമുണ്ടായിരുന്നു, അല്ലേ? തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്മ വേഷങ്ങൾ തന്നെയാണ് കവിയൂർ പൊന്നമ്മയെ ഏറെ ആകർഷിച്ച, അല്ലെങ്കിൽ കവിയൂർ പൊന്നമ്മ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഈ അമ്മ വേഷങ്ങളിലൂടെ തന്നെയാണ്. മറ്റു വേഷങ്ങൾ അവർ അഭിനയിച്ചു തീർത്തിട്ടുണ്ടെങ്കിലും അത്തരം വേഷപ്പകർച്ചകൾ അവർക്ക് ഏറെ അവസരം അത്തരം വേഷങ്ങൾ അവർക്ക് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ലഭിച്ച വേഷങ്ങളിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെടാൻ കവിയൂർ പൊന്നമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് ആ പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളിക്ക് ഓർമ്മ വരിക കവിയൂർ പൊന്നമ്മ എന്ന മാതൃവാത്സല്യത്തിൻ്റെ ആ മുഖത്തെയാണ്. ആ മുഖം തന്നെയാണ് എന്നും മലയാളികളുടെ മനസ്സിലേക്ക് കടന്നു വരിക. മറ്റു വേഷങ്ങൾ മലയാള സിനിമയിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ വേഷങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് അത്തരം വേഷങ്ങളിൽ അവസരം അത്രയധികം കിട്ടിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ചെറിയ പ്രായത്തിൽ തന്നെ അമ്മ വേഷങ്ങളിലേക്ക് അവർ കാലെടുത്ത് വെക്കുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ അമ്മ വേഷങ്ങൾ അഭിനയിച്ച് അവർ സിനിമയ്ക്കകത്ത് ഒരു പുതിയ ചരിത്രം രചിക്കുകയായിരുന്നു. ആ ചരിത്രം തിരുത്തിക്കുറിക്കാൻ ഇനി മറ്റാർക്കെങ്കിലും കഴിയുമോ എന്ന് വളരെ അവർക്ക് ലഭ്യമായ അമ്മ വേഷങ്ങൾ അഭിനയിക്കുകയായിരുന്നില്ല. അഭ്രപാളിയിൽ കവിയൂർ പൊന്നമ്മ ജീവിക്കുകയായിരുന്നു. അതുതന്നെയാണ് കവിയൂർ പൊന്നമ്മയെ വ്യത്യസ്തയാക്കി മാറ്റുന്നതും അനുപ്രിയ. ഒരുപക്ഷെ നടി ഉർവശി ഇന്ന് പല വാർത്താ മാധ്യമങ്ങളിലൂടെയും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു കവിയൂർ പൊന്നമ്മ എന്ന നടിയെക്കുറിച്ച്. പൊന്നമ്മ ചേച്ചി എന്നായിരുന്നു ഉർവശി കവിയൂർ പൊന്നമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ സിനിമാ ചിത്രീകരണ സമയത്തൊക്കെ ലൊക്കേഷനിൽ കവിയൂർ പൊന്നമ്മ മറ്റ് നടിമാർക്ക് അവരുടെ സ്നേഹത്തോടെയും അവർക്ക് കൊടുത്തിരുന്ന കരുതലും സ്നേഹത്തെക്കുറിച്ചൊക്കെ ഉർവശി എപ്പോഴും മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് വാർത്താ മാധ്യമങ്ങളിലൂടെ കവിയൂർ പൊന്നമ്മയുടെ ഓർമ്മകൾ പങ്കുവെച്ച കൂട്ടത്തിൽ അതെല്ലാം ഉർവശി പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ തൻ്റെ സിനിമാ കരിയറിൽ തന്നെക്കാൾ പ്രായത്തിന് മൂത്ത നടിമാരുടെയും നടന്മാരുടെയും അമ്മയായിട്ട് വരെ കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? തീർച്ചയായും കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് പറയാൻ മലയാള സിനിമാ രംഗത്തുള്ള എല്ലാവർക്കും 100 നാവായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. എല്ലാവരോടും സ്നേഹത്തോടു കൂടി, അതിൽ വലുപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരോടും സ്നേഹവാത്സല്യത്തോടെ ചേർത്ത് പിടിക്കാൻ ഒരു പ്രത്യേക മാജിക് തന്നെ കവിയൂർ പൊന്നമ്മയ്ക്ക് വശമുണ്ടായിരുന്നു. ആ മാന്ത്രികത തന്നെയാണ് അവരെ ആ ചേർത്ത് പിടിക്കലിന്റെ ആഴം മലയാള സിനിമയിലെ നടന്മാർ അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് എന്നതിന്റെ നേർസാക്ഷ്യമാണ് നമുക്ക് ടൗൺ ഹാളിലും ആലുവ കലിമാലൂരിലെ ബസ്തിയിലും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈറനണിയ കണ്ണുമായി, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി സഹപ്രവർത്തകർ ഇവിടേക്ക് ഓരോരുത്തരും എത്തുകയും ഒരവസ്ഥയായിരുന്നു. ജീവിതത്തിലേക്ക് തിരികെ വരും എന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു സിനിമാ സഹപ്രവർത്തകർ എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. എന്നാൽ അമ്മ കൊള്ളാൻ സിനിമാ രംഗത്തെ പലർക്കും കഴിഞ്ഞിരുന്നില്ല. കരഞ്ഞു കലങ്ങിയ കണ്ണുമായാണ് അവർ ഇന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകയെ, പ്രിയപ്പെട്ട അമ്മയെ, കവിയൂർ പൊന്നമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയത്. അത്രത്തോളം കവിയൂർ പൊന്നമ്മ ഇവരെല്ലാം തന്നെ ചേർത്ത് പിടിച്ചിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ വലുപ്പച്ചെറുപ്പങ്ങൾ ഇല്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു മാന്ത്രികത കവിയൂർ പൊന്നമ്മയ്ക്ക് വശമുണ്ടായിരുന്നു. അതുതന്നെയാണ് അവരെ വ്യത്യസ്തമാക്കി മാറ്റുന്നത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാൻ കഴിയും. പോലീസിൻ്റെ ആചാരവെടി അല്പസമയത്തിന് നടക്കും. സംസ്കാര ചടങ്ങുകൾ കവിയൂർ പൊന്നമ്മ അല്പസമയത്തിനകം ഒരു ഓർമ്മയായി മാറും. സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്.
മലയാള സിനിമയുടെ അമ്മ വിട ചൊല്ലിയിരിക്കുകയാണ്. മലയാള സിനിമയുടെ അമ്മ കവിയൂർ പൊന്നമ്മ ഇപ്പോൾ നമ്മളെല്ലാം വിട്ട് വിട ചൊല്ലിയിരിക്കുകയാണ്. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? മലയാള സിനിമയുടെ അമ്മ മുഖം ഇപ്പോൾ ഓർമ്മയായിരിക്കുകയാണ്. കവിയൂർ പൊന്നമ്മയുടെ സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ ആലുവയിലെ വീട്ടുവളപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയുടെ പൊന്നോർമ്മയാണ് കവിയൂർ പൊന്നമ്മ. മലയാള സിനിമയുടെ അമ്മ മുഖമാണ് ഇപ്പോൾ ഓർമ്മയായിക്കൊണ്ടിരിക്കുന്നത്. കവിയൂർ പൊന്നമ്മയ്ക്ക് വിട ചൊല്ലിയിരിക്കുകയാണ് നാട്. ആലുവയിലെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. സിനിമാ രംഗത്തെ പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിക്കുവാനായി എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആലുവയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി നിതിൻ ചേരുന്നു. നിതിൻ, സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് മലയാളത്തിന്റെ മുഖശ്രീയായ കവിയൂർ പൊന്നമ്മയ്ക്ക് ഇപ്പോൾ വിട നൽകിയിരിക്കുന്നത്. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ മലയാള സിനിമയിൽ അഭ്രപാളിയിൽ വിസ്മയം തീർത്ത അഭ്രപാളിയിൽ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ തൻ്റേതായ ഇടം സൃഷ്ടിച്ച അമ്മയ്ക്ക് ഇപ്പോൾ ഔദ്യോഗികമായി സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി വിട നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അതാണ് കാണാൻ കഴിയുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികൾ ഏറ്റുവാങ്ങി കവിയൂർ പൊന്നമ്മ കാലയവനികയ്ക്ക് പിന്നിലേക്ക് പോകും. താൻ അഭിനയിച്ച സിനിമകളിലൂടെ, താൻ അഭിനയിച്ച വേഷപ്പകർച്ചകളിലൂടെ ഇനി മലയാളി മനസ്സുകളിൽ എന്നും ഒരു കെടാവിളക്കായി ജ്വലിച്ചു നിൽക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്രത്തോളം സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച്, അത്രത്തോളം സിനിമകളിൽ തൻ്റേതായ അടയാളപ്പെടുത്തലുകൾ ബാക്കി വെച്ചാണ് കവിയൂർ പൊന്നമ്മ കാലത്തിൻ്റെ ഈ കാലയവനികയ്ക്ക് പിന്നിലേക്ക് മറയുന്നത്. അനിവാര്യമായ മരണം എന്ന് നമുക്ക് എല്ലാ മനുഷ്യനും അനിവാര്യമാണ് മരണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ തൻ്റേതായ അടയാളപ്പെടുത്തലുകൾ നടത്തി മലയാളി മനസ്സുകളിൽ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ മലയാളികൾ ഉള്ളിടത്തോളം കാലം ഈ കവിയൂർ പൊന്നമ്മ എന്ന കവിയൂർ പൊന്നമ്മ എന്ന വ്യക്തിത്വത്തെ, കവിയൂർ പൊന്നമ്മ എന്ന സിനിമയിലെ അമ്മയെ മലയാളികൾ ഓർക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്രത്തോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചുമാണ് കവിയൂർ പൊന്നമ്മ മടങ്ങുന്നത്, കാലയവനികയ്ക്ക് പിന്നിലേക്ക് മടങ്ങുന്നത്. താൻ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച തൻ്റെ വേഷപ്പകർച്ചകളിലൂടെ മലയാളി മനസ്സു കീഴടക്കിയ ആ കഥാപാത്രങ്ങൾ എന്നും അനശ്വരമായി നിലനിൽക്കും. വെള്ളിത്തിരയിൽ എന്നും ആ അമ്മ മനസ്സ് ജ്വലിച്ചു നിൽക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. 14-ാം വയസ്സിൽ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന് അവസാന കാലം വരെ 79-ാം വയസ്സിൽ വിടവാങ്ങുമ്പോൾ അവസാന കാലം വരെ സിനിമാ രംഗത്ത് സജീവമായി നിന്ന് 800-ൽ പരം ചിത്രങ്ങളിൽ തൻ്റേതായ അടയാളപ്പെടുത്തലുകൾ തീർത്താണ് കവിയൂർ പൊന്നമ്മ മടങ്ങുന്നത് എന്നതിൽ ഒരു തർക്കവുമില്ല. ആ കവിയൂർ പൊന്നമ്മയുടെ ഓർമ്മകൾ എന്നും മലയാളികൾ ഉള്ളിടത്തോളം കാലം തന്നെ ആ കവിയൂർ പൊന്നമ്മയുടെ ഓർമ്മകൾ ഉണ്ടാകും. ആ ഓർമ്മകളിൽ അവർ ജീവിക്കും. വെള്ളിത്തിരയിൽ കത്തിജ്വലിച്ച ഒരു അഗ്നി നക്ഷത്രമായി മലയാളി പ്രേക്ഷക മനസ്സുകളിൽ എന്നും കവിയൂർ പൊന്നമ്മ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അനുപ്രിയ. നിതിൻ, പ്രേം നസീർ, സത്യൻ, മധു മുതലുള്ള താരങ്ങളുടെ അമ്മയായിട്ട് വരെ കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പ്രേക്ഷകരെല്ലാവർക്കും ഇഷ്ടം കവിയൂർ പൊന്നമ്മ മോഹൻലാലിൻ്റെ അമ്മയായി വരുന്നതാണ് നമ്മൾ പ്രേക്ഷകരെല്ലാം ഇഷ്ടപ്പെട്ടതും ഏറെ ആസ്വദിച്ചതും. ഒരുപക്ഷെ കവിയൂർ പൊന്നമ്മയുടെ പല പ്രേക്ഷകരും തുടക്കത്തിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മോഹൻലാലിൻ്റെ ശരിക്കുമുള്ള അമ്മയാണോ എന്ന് കവിയൂർ പൊന്നമ്മയുടെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ കവിയൂർ പൊന്നമ്മ അല്ല എന്ന് പറയുമെങ്കിലും പിന്നീടൊക്കെ മോഹൻലാലിൻ്റെ അമ്മ ഞാൻ തന്നെയാണെന്ന് കവിയൂർ പൊന്നമ്മ പറയാൻ തുടങ്ങി. അത്രത്തോളം മോഹൻലാലിൻ്റെ അമ്മ വേഷങ്ങൾ കവിയൂർ പൊന്നമ്മ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അത് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ മോഹൻലാലിനെ താൻ പിറക്കാതെ പോയ മകനെന്നായിരുന്നു കവിയൂർ പൊന്നമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
തീർച്ചയായും സത്യൻ, മധു, പ്രേം നസീർ, മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് ഉൾപ്പെടെയുള്ള മുൻനിര നായകന്മാർക്കൊപ്പം അവർ അഭിനയിക്കുമ്പോഴും അമ്മ വേഷങ്ങൾ ചെയ്തപ്പോഴും ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അവർ ഏറ്റവും ഒരു മികച്ച കെമിസ്ട്രി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും, മോഹൻലാലിനൊപ്പമുള്ള വേഷങ്ങളായിരുന്നു. ആ വേഷങ്ങളിലൂടെ തന്നെയാണ് അവർ മലയാളി മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടാൻ ആ വേഷങ്ങൾ ഒരു കാരണമായി എന്ന കാര്യത്തിൽ തർക്കമില്ല. അത്രത്തോളം അവിസ്മരണീയമാക്കിയാണ് ഓരോ അഭിനയ മുഹൂർത്തങ്ങളും കടന്നുപോയത്. അത്രത്തോളം അവർ മോഹൻലാലിനോടൊപ്പമുള്ള ഓരോ സീനുകളും, സിനിമയിലെ ഓരോ സീനുകളും അത്രത്തോളം അവിസ്മരണീയമാക്കാൻ കവിയൂർ പൊന്നമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അഭ്രപാളിയിൽ അവർ അഭിനയിക്കുകയായിരുന്നില്ല, അവർ ജീവിച്ചു കാണിക്കുകയായിരുന്നു. അതുതന്നെയാണ് മലയാളി മനസ്സുകളിൽ ഇത്രത്തോളം ഈ ജനപ്രീതി നേടാൻ കവിയൂർ പൊന്നമ്മയ്ക്ക് കാരണമായതും എന്നതിൽ തർക്കമില്ല. ആ കവിയൂർ പൊന്നമ്മയുടെ ഓർമ്മകൾ, അല്ലെങ്കിൽ കവിയൂർ പൊന്നമ്മ അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളിലൂടെ അവർ എന്നും ജീവിക്കും. മോഹൻലാലിനോടൊപ്പമുള്ള ഒരുപിടി നല്ല ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച്, മോഹൻലാലിനോട് മാത്രമല്ല 800-ൽ പരം ചിത്രങ്ങളിൽ അഭിനയിച്ചു. 14-ാം വയസ്സിൽ അഭിനയ രംഗത്തേക്ക് സിനിമയിലേക്ക് തുടക്കം കുറിച്ച് 800-ൽ പരം ചിത്രങ്ങൾ പൂർത്തിയാക്കിയാണ് ഈ കവിയൂർ പൊന്നമ്മ കാലയവനികയ്ക്ക് പിന്നിലേക്ക് മറഞ്ഞിരിക്കുന്നത്. ആ ഓർമ്മകൾ എന്നും മലയാളി മനസ്സുകളിൽ ഒരു കടാവിളക്കായി കത്തിജ്വലിച്ചു നിൽക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. അനുപ്രിയ, മരണത്തെക്കുറിച്ച് കവിയൂർ പൊന്നമ്മ പലപ്പോഴും പറഞ്ഞത് മരണത്തെ തനിക്ക് പേടിയില്ലെന്നും തൻ്റെ പ്രായത്തിലുള്ള പലരും ഒന്നും ചെയ്യാനില്ലാതെ മരണം കാത്തിരിക്കുന്നവരാണെന്നും പൊന്നമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഒന്നും ചെയ്യാനില്ലാത്തതാണ് പലരുടെയും പ്രശ്നം. താൻ അങ്ങനെയല്ല, എനിക്കാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ 60 വർഷം നീണ്ട അഭിനയ ജീവിതത്തിൽ അർത്ഥവത്തായിട്ടുള്ള നിരവധി കഥാപാത്രങ്ങൾ നമ്മൾ മലയാളി പ്രേക്ഷകർക്ക് തന്നു. തീർച്ചയായും അർത്ഥവത്തായ ഒരു അഭിനയ ജീവിതം തന്നെയായിരുന്നു അല്ലേ കവിയൂർ പൊന്നമ്മയുടേത്? തനിക്ക് ലഭ്യമായ വേഷങ്ങളെല്ലാം തന്നെ അവർ ആടി തകർക്കുകയായിരുന്നു, അവർ ജീവിച്ചു കാണിക്കുകയായിരുന്നു വെള്ളിത്തിരയിൽ. അതുതന്നെയാണ് കവിയൂർ പൊന്നമ്മയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കിയതും. അത്തരത്തിൽ അടയാളപ്പെടുത്തലുകൾ, തൻ്റേതായ അടയാളപ്പെടുത്തലുകൾ മലയാള സിനിമയിൽ കവിയൂർ പൊന്നമ്മ വിടവാങ്ങിയിരിക്കുന്നത്. തൻ്റേതായ അടയാളപ്പെടുത്തലുകൾ, താൻ കവിയൂർ പൊന്നമ്മ സൃഷ്ടിക്കുന്ന ആ ശൂന്യത എത്ര പെട്ടെന്നൊന്നും മലയാള സിനിമയിൽ നികത്താൻ മറ്റൊരാളുണ്ട് എന്ന് കരുതാൻ വയ്യ. അത്തരത്തിലാണ് കവിയൂർ പൊന്നമ്മ മലയാള സിനിമയ്ക്ക് ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് അമ്മ വേഷങ്ങളിൽ കവിയൂർ പൊന്നമ്മ ആടിത്തകർത്ത, അല്ലെങ്കിൽ കവിയൂർ പൊന്നമ്മ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച അമ്മ വേഷങ്ങൾ അത്ര തന്മയത്വത്തോടു കൂടി ചെയ്യാൻ ഇനി മലയാള സിനിമയിൽ മറ്റാരെങ്കിലും ഉണ്ടാകുമോ എന്നത് ഒരു തർക്കമുള്ള കാര്യം തന്നെയാണ്. അത്രത്തോളം മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കാൻ മറ്റൊരാൾക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് കവിയൂർ പൊന്നമ്മ എന്ന നടിയെ വ്യത്യസ്തമാക്കി മാറ്റുന്നതും. ചേർത്ത് പിടിക്കുന്ന, അതായത് സിനിമാ സെറ്റുകളിൽ എത്തുന്നവരെ, തൻ്റെ കൂടെ അഭിനയിക്കുന്നവരെ വലിപ്പച്ചെറുപ്പമില്ലാതെ ചേർത്ത് പിടിക്കുന്ന മാന്ത്രികത തന്നെയായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ കവിയൂർ പൊന്നമ്മയെ വ്യത്യസ്തമാക്കി മാറ്റിയ മറ്റൊരു കാര്യം. അത്രത്തോളം അവർ കൂടെ വർദ്ധ സഹപ്രവർത്തകരെ, അല്ലെങ്കിൽ തനിക്കൊപ്പമുള്ള അഭിനയിക്കുന്ന ആളുകളെ സ്നേഹിച്ചിരുന്നു. അതിൻ്റെ 100 ഇരട്ടി സ്നേഹം തൻ്റെ സഹപ്രവർത്തകരിൽ നിന്ന് കവിയൂർ പൊന്നമ്മയ്ക്കും ലഭിച്ചിരുന്നു. അതുതന്നെയാണ് നമുക്കിന്ന് സംസ്കാര ചടങ്ങുകളിലും അതോടൊപ്പം തന്നെ പൊതുദർശന സമയത്തും എല്ലാം തന്നെ കാണാൻ കഴിഞ്ഞത്. അത്രത്തോളം വികാര വായ്പോടുകൂടി ഈറനണിഞ്ഞ കണ്ണുമായാണ് തൻ്റെ സഹപ്രവർത്തകർ കവിയൂർ പൊന്നമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയത്. മലയാള സിനിമയിലെ കത്തിജ്വലിക്കുന്ന ഒരു നക്ഷത്രമായി കവിയൂർ പൊന്നമ്മ എന്നും മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിൻ്റെ അകത്ത് ഒരു കടാവിളക്കായി ജ്വലിച്ചു നിൽക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. അനുപ്രിയ, ഉണ്ണി എന്ന വിളിയിലൂടെയും വാത്സല്യം തുളുമ്പുന്ന നിറഞ്ഞ ചിരിയിലൂടെയുമാണ് ഒരു തലമുറയുടെ അമ്മ മുഖമായി കവിയൂർ പൊന്നമ്മ മാറിയത്. കവിയൂർ പൊന്നമ്മയുടെ അവസാന ചിത്രങ്ങളിൽ ഒന്നായ ആഷിക് അബു സംവിധാനം ചെയ്ത ഉണ്ണിയാറിൻ്റെ തിരക്കഥയിലുള്ള പെണ്ണും ചെറുക്കനും എന്ന സിനിമ, അതൊരു ആന്തോളജി ചിത്രമായിരുന്നു. ഒരുപക്ഷെ നമ്മളിപ്പോൾ നന്മയുടെയും വാത്സല്യത്തിൻ്റെയും മുഖമായി മാത്രം കണ്ടിരുന്ന കവിയൂർ പൊന്നമ്മയുടെ ഇമേജ് ബ്രേക്കിംഗ് കഥാപാത്രം തന്നെയായിരുന്നു പെണ്ണും ചെറുക്കനിലെ ആ ഒരു അവശയായി കിടക്കുന്ന ഒരു വൃദ്ധയുടെ കഥാപാത്രം. ആഷിക് അബു പല അഭിമുഖങ്ങളിലും കവിയൂർ പൊന്നമ്മയുടെ ആ കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കവിയൂർ പൊന്നമ്മയ്ക്ക് ആ കഥാപാത്രം, കാരണം ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിരുന്നു ഇത്, അത്രത്തോളം താല്പര്യത്തോടെയും അവശതകൾക്കിടയിലും അത്രത്തോളം താല്പര്യത്തോടെയുമായിരുന്നു ആ കഥാപാത്രം പൊന്നമ്മ ചേച്ചി അവതരിപ്പിച്ചതെന്ന് ആഷിക് അബു പല അഭിമുഖങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ തന്നെ ഒരു റോളിൽ മാത്രം, തന്നെ അമ്മ റോളിൽ മാത്രം, അതും വളരെ നന്മ നിറഞ്ഞ അമ്മ റോളിൽ മാത്രം തളച്ചിടുന്നതിൽ കവിയൂർ പൊന്നമ്മയ്ക്കുള്ള ഒരു പരിഭവം കൂടിയായിരുന്നു ആ ഒരു കഥാപാത്രം അത്രത്തോളം ആവേശത്തോടെയും സന്തോഷത്തോടെയും ചെയ്യാനുള്ള കാരണങ്ങളിൽ ഒന്ന്.
തീർച്ചയായും അത് തന്നെയായിരിക്കാം അത്രത്തോളം തന്മയത്വത്തോടുകൂടി ആ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ കവിയൂർ പൊന്നമ്മയ്ക്ക് പ്രേരണയായത്. ഒരുപക്ഷെ ആ പ്രേരണ തന്നെയായിരിക്കും അത്രത്തോളം അവർക്ക് അഭിനയിച്ച് അത് വെള്ളിത്തിരയിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നു. പക്ഷേ മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകർ എന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നത് കവിയൂർ പൊന്നമ്മ അനശ്വരമാക്കിയ അമ്മവേഷങ്ങൾ തന്നെയാണ്. അതിൽ ഒരു സംശയവുമില്ല. മലയാളി പ്രേക്ഷകർ അവരെ സ്വീകരിച്ചതും ഹൃദയത്തിലേറ്റിയതും ആ അമ്മവേഷങ്ങളിലൂടെ തന്നെയാണ്. ആ അമ്മവേഷങ്ങളിലൂടെ തന്നെ എന്നും കവിയൂർ പൊന്നമ്മ ഓർമ്മയിൽ നിൽക്കും, ഓർമ്മയിൽ തങ്ങി നിൽക്കും എന്നതിലും ഒരു തർക്കവുമില്ല. മലയാള സിനിമാ ലോകത്തിന് മലയാള സിനിമാ പ്രേമികൾക്ക് അമ്മയായിരുന്നു കവിയൂർ പൊന്നമ്മ. അത്തരത്തിൽ ഒരു അടയാളപ്പെടുത്തൽ മറ്റ് നടിമാർ മലയാള സിനിമ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. ആ അമ്മ വേഷങ്ങളിലൂടെ തന്നെയാണ് കവിയൂർ പൊന്നമ്മ എന്ന അഭിനേത്രിക്ക് മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കാൻ കഴിഞ്ഞത്. മലയാളി പ്രേക്ഷകരുടെ മനസ്സിനകത്ത് ഇത്രത്തോളം ആഴമുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞത്. ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത ആളുകൾ പോലും കവിയൂർ പൊന്നമ്മയെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അവർ ആടിത്തകർത്ത അല്ലെങ്കിൽ അവർ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച കഥാപാത്രങ്ങളിലൂടെ തന്നെയാണ്, അമ്മ വേഷങ്ങളിലൂടെ തന്നെയാണ്. ആ അമ്മ വേഷങ്ങളിലൂടെ അവർ മലയാളി മനസ്സുകളിൽ ഇനിയും ജീവിക്കും. മലയാള സിനിമ ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ മലയാളികൾ ഉള്ളിടത്തോളം കാലം അവർ കവിയൂർ പൊന്നമ്മ ജീവിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. അതുതന്നെയാണ് കവിയൂർ പൊന്നമ്മയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും എല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു മാന്ത്രികതയാണ് കവിയൂർ പൊന്നമ്മയുടെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കാൻ അവർക്ക് സഹായകരമായതും എന്നതിലും സംശയമില്ല. അനുപ്രിയ.